ഹലോ ഓൾ, പി കെ ലേണിങ്സിൻ്റെ മറ്റൊരു SCRT ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹരി. നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കായ റിവേഴ്സിനെ പറ്റി, ഇന്ത്യയിലെ നദീവ്യൂഹങ്ങളെ പറ്റിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. SCRT NCRT ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്ത് നമ്മൾ റിവേഴ്സിനെ പറ്റിയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സിന്ധു നദീവ്യൂഹത്തെ പറ്റി, ഹിമാലയൻ നദീവ്യൂഹമാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സിന്ധു നദീവ്യൂഹത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ നദികളുടെ പാർട്ട് 2 ക്ലാസ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഗംഗാ നദീവ്യൂഹത്തെ പറ്റിയും ബ്രഹ്മപുത്ര നദീവ്യൂഹത്തെ പറ്റിയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്, അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഗംഗാ നദീവ്യൂഹം നമ്മൾ പഠിച്ചു. ഹിമാലയൻ നദീവ്യൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 3 നദീവ്യൂഹങ്ങളാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഈ പ്രധാന നദികളും പ്രധാനപ്പെട്ട ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും ചേരുന്നതാണ് ഹിമാലയൻ നദീവ്യൂഹം എന്ന് നമ്മൾ പഠിച്ചിരുന്നു. അതിൽ സിന്ധു നദീവ്യൂഹത്തെ പറ്റിയും അവയുടെ പോഷക നദികളെ പറ്റിയൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു. ഇന്ന് നമ്മൾ ഗംഗാ നദീവ്യൂഹത്തിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും, ഗംഗാ നദീവ്യൂഹത്തിൻ്റെ ഒരു മാപ്പാണ് നിങ്ങൾക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നിങ്ങൾക്ക് അതേ കാണാം, ഇതാണ് നമ്മുടെ ഗംഗാ നദി ഒഴുകുന്ന ആ ഒരു സ്ട്രീമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അതേപോലെ തന്നെ ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പോഷക നദിയായ യമുനയാണ് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഒഴുകുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിക്കുക. അതേപോലെ തന്നെ ഗംഗയുടെ മറ്റ് പോഷക നദികളായ ഘാഗ്ര, ഗാണ്ഡക്, കോസി, അങ്ങനെയെല്ലാം ഇവിടെ ബത്വ, യമുനയിൽ വന്ന് ചേരുന്ന ചമ്പൽ, ബത്വ, അങ്ങനെയെല്ലാം ഇവയെല്ലാം ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഗംഗാ നദീവ്യൂഹം. ഓക്കെ, അപ്പോൾ ഗംഗയും അവയുടെ പ്രധാനപ്പെട്ട പോഷക നദികളും ഉൾപ്പെടുന്നതാണ് നമ്മുടെ ഗംഗാ നദീവ്യൂഹം എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് നമ്മുടെ ഈ പറയുന്ന മധ്യ ഹിമാലയ റീജിയണിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിമാലയൻ നദീവ്യൂഹത്തിന് ഉദാഹരണമാണ് നമ്മുടെ ഗംഗാ റിവർ സിസ്റ്റം അല്ലെങ്കിൽ ഗംഗാ നദീവ്യൂഹം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മധ്യ ഹിമാലയത്തിൻ്റെ റീജിയൻസിലാണ് നമുക്ക് ഗംഗാ നദിയും അവയുടെ പോഷക നദികളും കൂടുതലായിട്ടും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ ഗംഗാ നദിയെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിൽ നിന്നാണ് നമ്മുടെ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ നിന്നുമാണ് നമ്മുടെ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. എവിടെയാണ്? ഉത്തരാഖണ്ഡിലെ ഉത്തരകാശി ജില്ലയിലെ ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖിലാണ്. അതായത് 3900 മീറ്റർ സമുദ്രനിരപ്പിൽ നിന്നും 3900 മീറ്റർ ഉയരത്തിലാണ് ഈ പറയുന്നൊരു ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? ഗംഗോത്രി ഹിമാനിക്ക് സമീപത്തുള്ള ഗോമുഖിൽ നിന്നുമാണ് നമ്മുടെ ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗംഗ ഇവിടെ ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഉത്ഭവസ്ഥാനത്ത് നമ്മുടെ ഗംഗ ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഗംഗയുടെ ആ ഒരു ഉത്ഭവസ്ഥാനം, ഗോമുഖ്. ഗംഗോത്രി ഹിമാനിക്ക് സമീപമുള്ള ഗോമുഖാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഇതാണ് നമ്മുടെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റ്. ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ നിന്നുമാണ് നമ്മുടെ ഗംഗാ നദി ഉത്ഭവിച്ച് നമ്മുടെ സമതലങ്ങളിലൂടെയൊക്കെ ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഗംഗ ഇവിടെ ഭഗീരഥി ഉത്ഭവസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ ആദ്യം ഗംഗ ഒഴുകി തുടങ്ങുന്ന പ്രദേശങ്ങളിൽ ഭഗീരഥി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഭഗീരഥി മധ്യ ഹിമാലയത്തിലും ലെസർ ഹിമാലയത്തിലും ഇടുങ്ങിയ ഗിരികന്ധര താഴ്വരകൾ നിർമ്മിച്ചുകൊണ്ട് ഒഴുകുന്നു. അപ്പോൾ ഇത് നമുക്കറിയാം, ഗംഗ ഉത്ഭവിക്കുന്നത് ഹിമാലയൻ നിരകളിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു പർവ്വത പ്രദേശത്തുകൂടി ഒഴുകുമ്പോൾ പ്രധാനപ്പെട്ട അപരദന ഭൂരൂപമായ ഗിരികന്ധര താഴ്വരകൾ, അതായത് ഗോർജസുകൾ നിർമ്മിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഭഗീരഥി നദി ഉത്ഭവസ്ഥാനത്ത് നിന്ന് ഒഴുകി തുടങ്ങുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ബദ്രീനാഥിന് മുകളിൽ സതോപാന്ത് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ ഭാഗീരഥിയുമായി ദേവപ്രയാഗിൽ സംഗമിക്കുന്നു. അപ്പോൾ എന്താണ് പറഞ്ഞത്? നമുക്കൊന്നുകൂടെ നോക്കാം. ബദ്രീനാഥിന് മുകളിൽ സതോപാന്ത് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദ നദി, ഈ അളകനന്ദ നദി ഭഗീരഥിയുമായിട്ട് ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് സംഗമിക്കുന്നു. ആ ഒരു ചിത്രമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഭഗീരഥി ഒഴുകി ഇങ്ങനെ വരെയാണ്. അതേപോലെ തന്നെ ബദ്രീനാഥിനടുത്തുള്ള സതോപാന്ത് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അളകനന്ദയാണ് ഈ വഴി ഒഴുകി വരുന്നത്. ഈ 2
അരുവികളും സംഗമിച്ച് ദേവപ്രയാഗിൽ വെച്ച് സംഗമിച്ച് ഗംഗ എന്ന പേരിൽ പിന്നീട് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നു. ഓക്കെ, എന്താണ്? ബദ്രീനാഥിന് മുകളിൽ സതോപാന്ത് ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന അളകനന്ദ നദി ഭാഗീരഥി നദിയുമായി ദേവപ്രയാഗിൽ സംഗമിക്കുന്നു. ഓക്കെ, ഇതിനു ശേഷമാണ് ഗംഗ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതായത് ദേവപ്രയാഗ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഈ അളകനന്ദ നദിയും ഭഗീരഥിയും തമ്മിൽ സംഗമിക്കുകയും അവിടെ മുതലാണ് ഗംഗ എന്ന പേരിൽ ഗംഗാ നദി ഒഴുകി തുടങ്ങുന്നതും. ഇത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ദേവപ്രയാഗിൽ വെച്ച് ഭഗീരഥയും അളകനന്ദയും സംഗമിച്ച് പിന്നീട് ഗംഗയായിട്ട് ഒഴുകുന്നു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് അളകനന്ദ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. ധൂളിഗംഗ, വിഷ്ണുഗംഗ എന്നീ 2 അരുവികൾ ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടിച്ചേർന്നതാണ് ഈ പറയുന്ന അളകനന്ദ നദിയായിട്ട് മാറുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു അളകനന്ദയും ഭഗീരഥയും സംഗമിച്ച് ദേവപ്രയാഗിൽ സംഗമിച്ചാണ് ഗംഗാ നദിയായിട്ട് ഒഴുകുന്നത്. അതിനു മുന്നേ തന്നെ ധൂളിഗംഗ, വിഷ്ണുഗംഗ എന്നീ പറയുന്ന അരുവികൾ ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ വെച്ച് അളകനന്ദ നദിയായിട്ട് മാറുന്നു. ഈ 2 നദികളും ജോഷിമഠിലെ വിഷ്ണുപ്രയാഗിൽ കൂടിച്ചേർന്നാണ് അളകനന്ദ നദി ഉണ്ടാകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അളകനന്ദയുടെ മറ്റ് പോഷക നദികളായ പിണ്ടാർ കർണപ്രയാഗിലും മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ രുദ്രപ്രയാഗിലും അളകനന്ദയുമായിട്ട് ചേരുന്നു. അപ്പോൾ അളകനന്ദയുമായിട്ട് ചേരുന്ന മറ്റ് പോഷക നദികളെ പറ്റിയാണ് ഇവിടെ പറഞ്ഞത്. ഏതാണ്? അളകനന്ദയുടെ മറ്റ് പോഷക നദികളായ പിണ്ടാർ കർണപ്രയാഗിൽ വെച്ച് അളകനന്ദയുമായിട്ട് കൂടിച്ചേരുന്നു. അതേപോലെ തന്നെ മന്ദാകിനി അല്ലെങ്കിൽ കാളിഗംഗ എന്നറിയപ്പെടുന്ന അരുവി ഈ പറയുന്ന രുദ്രപ്രയാഗിൽ വെച്ച് അളകനന്ദയായിട്ട് കൂടിച്ചേരുന്നു. നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞ് വെച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതാണ് നമ്മൾ ഈ ഒരു ചിത്രത്തിലെ അടുത്തൊരു ചിത്രത്തിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്കറിയാം ദേവപ്രയാഗാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ദേവപ്രയാഗ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഈ പറയുന്ന ഗംഗോത്രിയിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഭഗീരഥി നദിയാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. അതേപോലെ തന്നെ ബദ്രീനാഥിനടുത്തുള്ള സതോപാന്ത് ഹിമാനിയിൽ നിന്ന് ഉത്ഭവിച്ചുള്ള അളകനന്ദയാണ് ഈ വഴി ഒഴുകി വരുന്നത്. ദേവപ്രയാഗിൽ വെച്ച് ഇവ സംഗമിച്ച് ഗംഗാ നദിയായിട്ട് പിന്നീട് ഒഴുകുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ഗംഗാ നദി ഒഴുകുന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങൾ? ഉത്തരാഖണ്ഡിൽ നിന്നാണ് നമ്മുടെ ഗംഗാ നദി ഗംഗോത്രി ഹിമാനിക്കടുത്തുള്ള ഗോമുഖിൽ നിന്നാണ് ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് നമ്മുടെ ഗംഗാ നദി ഒഴുകുന്നത്. നമുക്ക് നോക്കാം. ഉത്തരാഖണ്ഡിലൂടെ ഒഴുകുന്നു, ഉത്തർപ്രദേശിലൂടെ ഒഴുകുന്നു, ബീഹാറിൽ കൂടെ ഒഴുകുന്നു, ഝാർഖണ്ഡിൽ കൂടെ ഒഴുകുന്നു, വെസ്റ്റ് ബംഗാളിൽ കൂടി ഒഴുകുന്നു. അതിനുശേഷം ബംഗ്ലാദേശിലെത്തി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഇതാണ് ഗംഗയുടെ ആ ഒരു ഒഴുകുന്ന സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ 2525 കിലോമീറ്റർ ദൂരമാണ് ഗംഗാ നദി ഒഴുകുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദി എന്നാണ് ഗംഗ അറിയപ്പെടുന്നത്. 2525 കിലോമീറ്ററാണ് നമ്മുടെ ഗംഗാ നദിയുടെ നീളം എന്ന് പറയുന്നത്. 2525 കിലോമീറ്റർ 2525 കിലോമീറ്ററാണ് നമ്മുടെ ഗംഗാ നദിയുടെ ആകെ നീളം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയാണ് നമ്മുടെ ഗംഗാ നദീതടത്തിനുള്ളത്. എത്ര? 8.6 ലക്ഷം ചതുരശ്ര കിലോമീറ്ററാണ് നമ്മുടെ ഗംഗാ നദിയുടെ നദീതടത്തിന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമായ ഗംഗാ നദീവ്യൂഹത്തിൽ വടക്ക് ഹിമാലയ പർവ്വതത്തിൽ നിന്നും, അതായത് ഹിമാലയ പർവ്വതത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളും നമ്മുടെ ഗംഗാ നദീവ്യൂഹത്തിൽ വന്നു ചേരുന്നുണ്ട്. അതാണ് നമുക്കിനി പറയാൻ വേണ്ടിയുള്ളത്. നമുക്ക് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീവ്യൂഹമായ ഗംഗാ നദീവ്യൂഹത്തിൽ വടക്ക് ഹിമാലയ പർവ്വതത്തിൽ നിന്നും തെക്ക് ഇന്ത്യൻ ഉപദ്വീപിൽ നിന്നും ഉത്ഭവിക്കുന്ന വറ്റാത്തതും വറ്റിപ്പോകുന്നതുമായിട്ടുള്ള ധാരാളം നദികൾ ഉൾപ്പെടുന്നു. അതായത് ഈ പറയുന്ന ഗംഗാ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ്. അതായത് ഗംഗാ നദീവ്യൂഹത്തിൽ വടക്ക് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വറ്റിപ്പോകാത്ത, അതായത് പെരിനിയൽ റിവേഴ്സും വന്നു ചേരുന്നുണ്ട്. അതേപോലെ തന്നെ തെക്ക് ഇന്ത്യൻ ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിക്കുന്ന വറ്റിപ്പോകുന്നതുമായ, അതായത് കാലികമായിട്ട് മാത്രം നീരൊഴുക്കുള്ള നദികളായ, അതായത് നോൺ പെരിനിയൽ റിവേഴ്സും നമ്മുടെ ഗംഗാ നദിയിൽ വന്ന് ചേരുന്നുണ്ട്. ഈ ഗംഗാ നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന നദികളാണ് ഈ പറയുന്ന വറ്റിപ്പോകുന്നതും. ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന വറ്റിപ്പോകാത്ത നദികളും ഉപദ്വീപിൽ നിന്ന് ഉത്ഭവിക്കുന്ന വറ്റിപ്പോകുന്നതുമായിട്ടുള്ള നദികളെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ,
നെക്സ്റ്റ് പ്രധാനപ്പെട്ട പോഷക നദികളെ പറ്റിയാണ് ഇവിടെ നോക്കാൻ വേണ്ടി പോകുന്നത്. ഗംഗാ നദിയുടെ ഒരു പ്രധാന വലതുതീര പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പ്രധാന ഇടതുതീര പോഷക നദികളാണ് രാമഗംഗ, ഗോമതി, ഖാംഗ്ര, ഗണ്ഡക്, ഘോസി, മഹാനന്ദ, യമുന തുടങ്ങിയവയൊക്കെ നമ്മുടെ പ്രധാന ഇടതുതീര പോഷക നദികളാണ്. ആരുടെ? ഗംഗയുടെ ഇടതുതീര പോഷക നദികളാണ്. ഓക്കെ, അതേപോലെ തന്നെ സാഗർ ദ്വീപിനടുത്ത് വെച്ച് ഗംഗാ നദി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. അതായത് സിന്ധു നദി നമ്മുടെ അറബിക്കടലാണ് ഉത്ഭവിച്ചത്. അതേപോലെ അല്ല ഗംഗാ നദി ബംഗ്ലാദേശിലൂടെ ഒഴുകി സാഗർ ദ്വീപിനടുത്ത് വെച്ച് ബംഗാൾ ഉൾക്കടലിലാണ് നമ്മുടെ ഗംഗാ നദി പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഉത്ഭവസ്ഥാനം നമ്മുടെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലെ ഗംഗോത്രി ഹിമാനിക്ക് അടുത്തുള്ള ഗോമുഖിൽ നിന്നാണ് ഗംഗാ നദി ഉത്ഭവിക്കുന്നത്. പതനസ്ഥാനം നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ. ഏകദേശം 2525 കിലോമീറ്ററാണ് നമ്മുടെ ഗംഗാ നദി ഒഴുകി തീരുന്നത്. ഓക്കെ, നെക്സ്റ്റ് യമുനാ നദിയെ പറ്റിയാണ്. ഗംഗാ നദിയുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പോഷക നദിയായ യമുനയെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഗംഗാ നദിയുടെ ഏറ്റവും വലുതും ഏറ്റവും പടിഞ്ഞാറ് ദിശയിലൂടെ ഒഴുക്കുന്നതുമായ പോഷക നദി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഗംഗോത്രി ഹിമാലയയിൽ നിന്നാണ് ഗംഗാ നദി ഇവിടെ ഒഴുകി വരുന്നത്. അതേപോലെ തന്നെ ഗംഗയ്ക്ക് പടിഞ്ഞാറ് വശത്തുകൂടി ഒഴുകുന്ന ഗംഗയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതും വലുതുമായിട്ടുള്ള പോഷക നദിയാണ് യമുന എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് നമ്മുടെ യമുന നദി ഉത്ഭവിക്കുന്നത്. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നുമാണ് യമുന നദി ഉത്ഭവിക്കുന്നത്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഗംഗാ നദി ഉത്ഭവിക്കുന്നു ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിൽ നിന്നും. അതേപോലെ തന്നെ ഉത്തരാഖണ്ഡ് സ്റ്റേറ്റിലെ യമുനോത്രി ഹിമാനിയിൽ നിന്നും യമുന നദി ഉത്ഭവിക്കുന്നു. നമ്മൾ നോക്കാം. ഉത്തരാഖണ്ഡിലെ ബന്ദേർപുഞ്ച് മലനിരകളുടെ പടിഞ്ഞാറൻ ചരിവിലുള്ള യമുനോത്രി ഹിമാനിയിൽ നിന്നും നമ്മുടെ യമുന നദി ഉത്ഭവിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് യമുനാ നദി ഗംഗാ നദിയുമായിട്ട് സംഗമിക്കുന്ന സ്ഥലത്തെ പറ്റിയാണ്. എവിടെ വെച്ചാണ്? യമുന പ്രയാഗ്രാജിൽ വെച്ച്, അതായത് പഴയ അലഹബാദ്. ഓക്കെ, പ്രയാഗ്രാജിൽ വെച്ച് ഗംഗാ നദിയുമായിട്ട് സംഗമിക്കുന്നു. പ്രയാഗ്രാജാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗംഗാ നദി ഒഴുകി വരുന്നത്. നമ്മുടെ യമുനാ നദിയാണ്. ഈ ഒഴുകി വന്ന് പ്രയാഗ്രാജിൽ വെച്ചാണ്, ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ വെച്ചാണ് നമ്മുടെ യമുനാ നദി ഗംഗാ നദിയുമായിട്ട് സംഗമിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ആരംഭിക്കുന്ന ചമ്പൽ, സിന്ധ്, ബെത്വ എന്നീ നദികൾ യമുനയുടെ വലത് തീരത്ത് വന്ന് ചേരുന്നു. ഓക്കെ, യമുനയുടെ വലത് തീരത്ത് വന്ന് ചേരുന്ന നദികളാണ് നമ്മൾ ഇവിടെ നോക്കിയത്. ഏതൊക്കെയാണ്? ചമ്പലുണ്ട്, സിന്ധുണ്ട്, ബെത്വയുണ്ട്. അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട നദികളാണ് യമുനയുടെ വലത് തീരത്ത് വന്ന് ചേരുന്നത്. അത് എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്ന് ആരംഭിക്കുന്ന നദികളാണ് ഈ പറയുന്ന ചമ്പല്, സിന്ധ്, ബെത്വ എന്ന് പറയുന്നത്. ഈ നദികളെല്ലാം യമുനയുടെ വലത് തീരത്താണ് വന്ന് ചേരുന്നത്. ഓക്കെ, യമുനയുടെ വലത് തീരത്ത് നിന്ന് യമുനയിൽ ചേരുന്നു. ഓക്കെ, അതേപോലെ തന്നെ ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ എന്നിവ ഇടത് തീരത്ത് വന്ന് ചേരുന്ന യമുനയുടെ പ്രധാന പോഷക നദികളാണ്. ഇടത് തീരത്ത് വന്ന് ചേരുന്ന മറ്റ് പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഹിന്ദൻ, റിന്ദ്, സെങ്കർ, വരുണ എന്നിവയാണ് യമുനയുടെ ഇടത് തീരത്ത് വന്ന് ചേരുന്ന പ്രധാനപ്പെട്ട പോഷക നദികൾ. ഓക്കെ, നെക്സ്റ്റ് കിഴക്ക് പടിഞ്ഞാറൻ ഗംഗാതടത്തിലും ആഗ്ര കനാലിലൂടെയുള്ള ജലസേചനത്തിനായും യമുനയിലെ ജലം വൻതോതിൽ ഉപയോഗപ്പെടുത്തുന്നു. അപ്പം യമുനയിലെ ജലം ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട മേഖലയാണ് ഈ പറഞ്ഞത്. എവിടെയാണ്? കിഴക്ക് പടിഞ്ഞാറൻ ഗംഗാതടത്തിലും ആഗ്ര കനാലിലൂടെയുള്ള ജലസേചനത്തിനായി നമ്മുടെ യമുനയിലെ ജലം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നമുക്ക് മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയായ യമുനയാണ് നമ്മൾ ആദ്യം നോക്കിയത്. ഓക്കെ, യമുന എവിടെ വെച്ചാണ്? പ്രയാഗ്രാജിൽ വെച്ചാണ് നമ്മുടെ ഗംഗാ നദിയുമായിട്ട് കൂടിച്ചേരുന്നത്. ഉത്തരാഖണ്ഡിലെ തന്നെ യമുനോത്രി ഹിമാനിയിൽ നിന്നുമാണ് നമ്മുടെ യമുനാ നദി ഉത്ഭവിക്കുന്നത്. നമ്മുടെ നഗരയിലെ താജ്മഹലൊക്കെ യമുനാ നദിക്ക് തീരത്താണ്. ഡൽഹി നഗരം യമുനാ നദിക്ക് തീരത്താണ്. ഇതെല്ലാം ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, നെക്സ്റ്റ് ഗംഗാ നദീ വ്യൂഹത്തിലെ പ്രധാനപ്പെട്ട നദിയായ ചമ്പലിനെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. ചമ്പൽ നദി മധ്യപ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. എവിടെ നിന്ന്? മധ്യപ്രദേശിലെ മാൾവ പീഠഭൂമിയിലെ മൗവിനടുത്ത് നിന്നാണ്, മൗ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്നാണ് നമ്മുടെ ചമ്പൽ നദി ഉത്ഭവിക്കുന്നത്. മധ്യപ്രദേശ് സംസ്ഥാനത്ത് നിന്നും മാൾവ പീഠഭൂമിയിൽ നിന്നാണ്, മൗവിനടുത്ത് വെച്ചാണ് നമ്മുടെ ചമ്പൽ നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വടക്കോട്ടൊഴുകുന്ന ചമ്പൽ രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന പ്രദേശത്തിലെത്തുന്നതിന് മുമ്പായി ഗിരികന്ധര താഴ്വരയിലൂടെ ഒഴുകുന്നു.
അവിടെ വടക്കോട്ടാണ് ഒഴുകുന്നത്. ചമ്പൽ നദി വടക്കോട്ടാണ് ഒഴുകുന്നത്. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിച്ച് വടക്കോട്ട് ഒഴുകുന്നു. അതേപോലെ തന്നെ രാജസ്ഥാനിലെ കോട്ട എന്ന് പറയുന്ന സ്ഥലത്തെത്തുന്നതിന് മുൻപായി ഗിരികന്ധര താഴ്വരകളിലൂടെ, അതായത് ഗോർജസ് ഉണ്ടായിക്കൊണ്ട് ഒഴുകുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഗാന്ധിസാഗർ ഡാം നിർമ്മിച്ചിട്ടുള്ളത് ചമ്പൽ നദിയിലാണ്. അതായത് ഗാന്ധിസാഗർ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഗാന്ധിസാഗർ ഡാം എവിടെയെന്ന് ചോദിച്ചാൽ ചമ്പൽ നദിയിലാണ്. അതേപോലെ ചമ്പൽ നദി ചമ്പൽ റവൈൻ എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രദേശത്തിലൂടെ, അല്ലെങ്കിൽ ഇത്തരം നിഷ്ഫല ബാഡ്ലാൻഡ്സ് എന്നറിയപ്പെടുന്ന നിഷ്ഫല ഭൂപ്രദേശത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ചമ്പൽ എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, ചമ്പൽ റവൈനുകൾ എന്താണ് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. SCRTയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടൻറ്റ് ബോക്സ് ആയിട്ടാണ് ചമ്പൽ റവൈനുകളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മാൾവ പീഠഭൂമിയുടെ വടക്കേ ചരിവുകളിൽ നിന്നും ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദനത്തിലൂടെ സൃഷ്ടിക്കുന്ന ചാലുകൾ ഇവിടുത്തെ വ്യത്യസ്ത ഭൂസവിശേഷതയാണ്. റവൈൻസ് എന്നാണ് ഇത്തരം നിഷ്ഫല ഭൂപ്രകൃതി, ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫി അറിയപ്പെടുന്നത്. റവൈനുകൾ എന്ന് പറയുന്ന ഒരു നിഷ്ഫല ഭൂപ്രകൃതിക്ക് ഉദാഹരണമാണ്, ഒരു ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫിക്ക് ഉദാഹരണമാണ്, അല്ലെങ്കിൽ ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫിയാണ് റവൈൻസ് എന്ന് പറയുന്നത്. എങ്ങനെയാണ്? മാൾവ പീഠഭൂമിയുടെ വടക്കൻ ചരിവുകളിൽ ചമ്പൽ നദിയും പോഷക നദികളും ചേർന്ന് തുടർച്ചയായ അപരദന പ്രക്രിയയിലൂടെ സൃഷ്ടിക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് നമ്മുടെ റവൈൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു നിഷ്ഫല ഭൂപ്രകൃതിക്ക് ഉദാഹരണമാണ്, ബാഡ് ലാൻഡ് ടോപ്പോഗ്രഫിക്ക് ഉദാഹരണമാണ് റവൈനുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗണ്ഡക് നദിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഗംഗാ നദീവ്യൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു പോഷക നദിയാണ്, ഗംഗയുടെ ഒരു പോഷക നദിയാണ് ഗണ്ഡക് എന്ന് പറയുന്നത്. നോക്കാം, കാലിഗണ്ഡക്, തൃശൂൽ ഗംഗ എന്നീ 2 അരുവികൾ ചേർന്നതാണ് ഗണ്ഡക് നദി എന്ന് പറയുന്നത്. ഏതാണ്? കാലിഗണ്ഡക്, തൃശൂൽ ഗംഗ എന്നീ 2 അരുവികൾ ചേർന്നതാണ് നമ്മുടെ ഗണ്ഡക് നദി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നേപ്പാൾ ഹിമാലയത്തിലെ ധൗളഗിരിക്കും എവറസ്റ്റ് കൊടുമുടിക്കും ഇടയ്ക്കാണ് ഉത്ഭവസ്ഥാനം. നേപ്പാൾ ഹിമാലയത്തിലെ, അതായത് നമ്മുടെ മധ്യ ഹിമാലയം അല്ലെങ്കിൽ നേപ്പാളിലെ ഈ പറയുന്ന ധൗളഗിരിക്കും എവറസ്റ്റിനും ഇടയിലാണ് നമ്മുടെ ഗണ്ഡക് നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതേപോലെ ബീഹാറിലെ ചമ്പാരനിൽ ഇന്ത്യയിൽ കടക്കുന്ന, അതായത് ബീഹാറിലെ ചമ്പാരനിൽ വെച്ചാണ് ഈ പറയുന്ന ഗണ്ഡക് നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത്. ഓക്കെ, ചമ്പാരനിൽ ഇന്ത്യയിൽ കിടക്കുന്ന ഗണ്ഡക് പട്നയ്ക്കടുത്ത് സോൺപൂരിൽ വെച്ച് ഗംഗാ നദിയുമായിട്ട് ചേരുന്നു. അതായത് ബീഹാറിലെ ചമ്പാരനിൽ വെച്ചാണ് ഇന്ത്യയിലേക്ക് ഈ പറയുന്ന ഗണ്ഡക് നദി കടക്കുന്നത്. അതേപോലെ തന്നെ പട്നയ്ക്കടുത്ത് സോൺപൂരിൽ വെച്ച്, ബീഹാറിലെ തന്നെ പട്നയ്ക്കടുത്ത് സോൺപൂരിൽ വെച്ചാണ് ഗണ്ഡക് നദി ഗംഗാ നദിയുമായിട്ട് കൂടിച്ചേരുന്നത് അല്ലെങ്കിൽ സംഗമിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗണ്ഡക് നദി. ബീഹാറിലെ ചമ്പാരനിൽ വെച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ബീഹാറിൽ തന്നെ പട്നയ്ക്കടുത്ത് വെച്ചാണ് നമ്മുടെ ഗംഗാ നദിയിൽ കൂടിച്ചേരുന്നത്. ഇതാണ് നമ്മുടെ ഗംഗാ നദി. ഓക്കെ, നെക്സ്റ്റ് ഗാഗ്ര നദിയാണ്. മറ്റൊരു ഗംഗയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ്. ഗംഗയുടെ ഇടത് തീരത്ത് വന്നു ചേരുന്ന ഒരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് ഗാഗ്ര എന്ന് പറയുന്നത്. മാപ്ചുചുങ്കോ ഹിമാനിയിൽ നിന്നുമാണ് ഗാഗ്ര നദി ഉത്ഭവിക്കുന്നത്. മാപ്ചുചുങ്കോ ഹിമാനിയിൽ നിന്നാണ് നമ്മുടെ ഗാഗ്ര നദി ഉത്ഭവിക്കുന്നത്, നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ തന്നെ ടില, സേത്തി, ബേരി എന്നിവ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ടിലെ, സേത്തി, ബേരി എന്നിവ പ്രധാനപ്പെട്ട പോഷക നദികളാണ്. ഏതിൻ്റെ? ഗാഗ്ര നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദികളാണ് ടില, സേത്തി, ബേരി തുടങ്ങിയവ. അതേപോലെ തന്നെ ചപ്രയിൽ വെച്ച് ഗംഗയിൽ ചേരുന്നതിന് മുമ്പായി ശാരദാ നദി, അതായത് കാളിഗംഗ ഗാഗ്രയിൽ വന്ന് ചേരുന്നുണ്ട്. എവിടെ വെച്ചാണ്? ചപ്രയിൽ വെച്ചാണ് ഈ പറയുന്ന ഗാഗ്ര നദി ഗംഗാ നദിയുമായിട്ട് ചേരുന്നത്. ഈ ചേരുന്നതിന് മുമ്പായിട്ട് ശാരദാ നദി, കാളിഗംഗ എന്നറിയപ്പെടുന്ന ശാരദാ നദി ഗാഗ്രയിൽ വന്ന് ചേരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഈ പറയുന്ന ഇതാണ് നമ്മുടെ ഗാഗ്ര നദി ഉത്ഭവിച്ചൊഴുകുന്നത്. ചപ്രയിൽ വെച്ചാണ് നമ്മുടെ ഗംഗാ നദിയുമായിട്ട് നമ്മുടെ ഗാഗ്ര നദി സംഗമിക്കുന്നത്. ഇതാണ് നമ്മുടെ ചപ്ര, ഇതാണ് നമ്മുടെ ഗംഗാ നദി. ഗാഗ്ര നദി ഈ ഉത്ഭവിച്ചു വരുന്നതാണ് ഗാഗ്ര നദി. ചപ്രയിൽ വെച്ചാണ് ഈ ഗാഗ്ര നദി നമ്മുടെ ഗംഗാ നദിയുമായിട്ട് സംഗമിക്കുന്നത്. ഓക്കെ, കോസി നദിയെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ടിബറ്റിൽ എവറസ്റ്റ് കൊടുമുടിക്ക് വടക്കു ഭാഗത്തു നിന്നുമാണ് കോസിയുടെ പ്രധാന അരുവിയായ അരുൺ ഉത്ഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എവറസ്റ്റിനടുത്ത് വെച്ചാണ് കോസിയുടെ പ്രധാനപ്പെട്ട ഒരു അരുവിയായ, കോസി ഉത്ഭവിക്കുന്നതിനോടൊപ്പം തന്നെയുള്ള ഉത്ഭവിക്കുന്നതിന് കാരണമായിട്ടുള്ള ഒരു പ്രധാന അരുവിയായ അരുൺ ഉത്ഭവിക്കുന്നത് ടിബറ്റിലെ എവറസ്റ്റ് കൊടുമുടിക്ക് വടക്ക് ഭാഗത്ത് നിന്നുമാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. അപ്പോൾ എവറസ്റ്റിനടുത്ത് വെച്ചാണ് നമ്മുടെ കോസിയുടെ പ്രധാന അരുവിയായിട്ടുള്ള അരുൺ ഉത്ഭവിക്കുന്നത്. അതേപോലെ തന്നെ നേപ്പാളിൽ മധ്യ ഹിമാലയം കടന്നതിന് ശേഷം കിഴക്ക് നിന്നും മൂർ കോസിയും പടിഞ്ഞാറ് നിന്നും സോൺ കോസിയും പ്രധാന അരുവിയായ
അരുണുമായി ചേർന്ന് സപ്തകോശിയായിട്ട് മാറുന്നു. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞു വെച്ചിരുന്നാൽ മാത്രം മതി. നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കിലെ നീരൊഴുക്ക് വ്യൂഹത്തിൽ നിന്നുമാണ് നമ്മൾ ഈ പറഞ്ഞ പോയിന്റ്സ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം. നേപ്പാളിൽ മധ്യ ഹിമാലയം കടന്നതിന് ശേഷം കിഴക്ക് നിന്ന് മൂർ കോസിയും പടിഞ്ഞാറ് നിന്നും സോൺ കോസിയും പ്രധാനപ്പെട്ട അരുവിയായ അരുണുമായി ചേർന്നാണ് സപ്തകോശിയായിട്ട് മാറുന്നത് എന്നാണ് നമ്മളിവിടെ പറഞ്ഞത്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞ് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് ഗംഗയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയായ രാമഗംഗയാണ്. അപ്പോൾ നമുക്ക് രാമഗംഗയെ പറ്റി നോക്കാം. ഗഡ്വാൾ കുന്നുകളിൽ ഗർസൈനടുത്ത് നിന്നുമാണ് നമ്മുടെ ഒരു ചെറുനദിയായ രാമഗംഗ ഉത്ഭവിക്കുന്നത്. പ്രധാനമായിട്ടും ഗഡ്വാൾ കുന്നുകളിൽ നിന്നുമാണ് നമ്മുടെ രാമഗംഗ ഉത്ഭവിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ശിവാലിക് മലനിരകൾ മുറിച്ചു കടന്നതിന് ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് നമ്മുടെ രാമഗംഗ ഒഴുകുന്നത്. അതായത് ഹിമാലയത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ശിവാലിക് മലനിരകൾ മുറിച്ചു കടന്നതിന് ശേഷം തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്കാണ് നമ്മുടെ രാമഗംഗ ഒഴുകി വരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ ഉത്തർപ്രദേശിലെ നജീബാബാദിനടുത്ത് സമതലത്തിൽ പ്രവേശിക്കുന്ന രാമഗംഗ കനൗജിൽ വെച്ച് ഗംഗയുമായിട്ട് ചേരുന്നു. ഓക്കെ, അപ്പോൾ ഉത്തർപ്രദേശിലെ നജീബാബാദിനടുത്ത് വെച്ചാണ് രാമഗംഗ സമതല പ്രദേശത്തിലേക്ക് പ്രവേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ മറ്റൊരു പ്രധാനപ്പെട്ടമായ കനൗജിൽ വെച്ചാണ് രാമഗംഗ ഗംഗാനദിയുമായിട്ട് സംഗമിക്കുന്നത്. ഓക്കെ, ഇതാണ് നമുക്ക് രാമഗംഗയെ പറ്റി പറയാൻ വേണ്ടിയിട്ട് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ദാമോദർ നദിയാണ്. നമുക്ക് നോക്കാം. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ കിഴക്കൻ അതിർത്തിയിൽ ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേരുന്നതാണ് നമ്മുടെ ദാമോദർ നദി. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയിലാണ് നമ്മുടെ ഏത് നദി? ദാമോദർ നദി ഉത്ഭവിക്കുന്നത്. അവിടെയുള്ള ഭ്രംശ താഴ്വരയിലൂടെ ഒഴുകി ഹൂഗ്ലി നദിയിൽ ചേരുന്നതാണ് നമ്മുടെ ദാമോദർ നദി. അപ്പോൾ ഹൂഗ്ലി നദിയിലാണ് നമ്മുടെ ദാമോദർ നദി വന്ന് പതിക്കുന്നത്. ചോട്ടാനാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗങ്ങളിൽ നിന്നാണ് നമ്മുടെ ദാമോദർ നദി ഉത്ഭവിക്കുന്നത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. അതേപോലെ ബരാക്ക് നദി പ്രധാന പോഷക നദിയാണ്. ഇതിൻ്റെ ദാമോദർ നദിയുടെ പ്രധാനപ്പെട്ട പോഷക നദിയാണ് ബരാക്ക് എന്നറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് നമ്മുടെ ദാമോദർ എന്ന് പറയുന്നത്. ബംഗാളിൻ്റെ ദുഃഖം എന്നാണ് ദാമോദർ നദി അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ ബംഗാളിൻ്റെ ദുഃഖം എന്നറിയപ്പെട്ടിരുന്ന ദാമോദർ നദിയിലെ നീരൊഴുക്കിനെ ദാമോദർ വാലി കോർപ്പറേഷൻ എന്ന വിവിധോദ്ദേശ പദ്ധതിയിലൂടെ ഫലപ്രദമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ബംഗാളിൻ്റെ ദുഃഖം എന്നാണ് ദാമോദർ നദി അറിയപ്പെട്ടിരുന്നത്. പക്ഷേ ഈ പറയുന്ന ദാമോദർ നദിയിലെ നീരൊഴുക്കിനെ ഫലപ്രദമായിട്ട് നമ്മുടെ ദാമോദർ വാലി കോർപ്പറേഷൻ വിവിധോദ്ദേശ പദ്ധതിയിലൂടെ നിയന്ത്രിക്കാൻ കഴിഞ്ഞു എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് മഹാനന്ദയാണ്. പ്രധാനപ്പെട്ട മറ്റൊരു പോഷക നദിയാണ് ഗംഗയുടെ മഹാനന്ദ എന്ന് പറയുന്നത്. ഗംഗയുടെ മറ്റൊരു പോഷക നദിയായ മഹാനന്ദ ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു. അപ്പോൾ ഡാർജിലിംഗ് കുന്നുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന മറ്റൊരു ഗംഗയുടെ പോഷക നദിയാണ് മഹാനന്ദ എന്ന് പറയുന്നത്. ഓക്കെ, ഇടത് കരയിലൂടെ പശ്ചിമ ബംഗാൾ വെച്ച് ഗംഗയിൽ ചേരുന്ന ഒടുവിലത്തെ പോഷക നദിയാണ് മഹാനന്ദ. അതായത് ഇടത് ചെരുവിൽ, അതായത് ഗംഗയുടെ ഇടത് തീരത്ത് വന്ന് ചേരുന്ന, പശ്ചിമ ബംഗാളിൽ വെച്ച് ഗംഗയുടെ ഇടത് തീരത്ത് വന്ന് ചേരുന്ന അവസാനത്തെ നദിയാണ് നമ്മുടെ മഹാനന്ദ എന്നും അറിഞ്ഞിരിക്കുക. ഓക്കെ, നെക്സ്റ്റ് സോൺ നദിയെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. ഗംഗയുടെ മറ്റൊരു പോഷക നദിയാണ് സോൺ എന്ന് പറയുന്നത്. ഗംഗയുടെ തെക്ക് നിന്നും ചേരുന്നവയിൽ ഏറ്റവും വലിയ പോഷക നദിയായ സോൺ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. അപ്പോൾ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നുമാണ് നമ്മുടെ സോൺ നദി ഉത്ഭവിക്കുന്നത്. ഗംഗയുടെ തെക്ക് നിന്നും ചേരുന്നവയിൽ ഏറ്റവും വലിയ പോഷക നദിയാണ് നമ്മുടെ സോൺ നദി. അതായത് ഗംഗയുടെ തെക്ക് ഭാഗത്ത് നിന്ന് ഗംഗയിൽ വന്നു ചേരുന്ന നദികളിൽ ഏറ്റവും വലുതാണ് സോൺ എന്ന് പറയുന്ന നദി. അതേപോലെ തന്നെ അമർകണ്ടക് പീഠഭൂമിയിൽ നിന്നുമാണ് നമ്മുടെ സോൺ നദി ഉത്ഭവിക്കുന്നത്. അതായത് ഉപദ്വീപ ഇന്ത്യയിൽ നിന്നുമാണ് നമ്മുടെ സോൺ നദി ഉത്ഭവിച്ചൊഴുകി ഗംഗയിൽ വന്ന് ചേരുന്നത്. അതേപോലെ പീഠഭൂമിയുടെ പാർശ്വഭാഗത്ത് തുടർച്ചയായ വെള്ളച്ചാട്ടങ്ങൾ നിർമ്മിച്ചുകൊണ്ടാണ് സോൺ നദി ഒഴുകുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പട്നയ്ക്ക് പടിഞ്ഞാറ് ആരയിൽ വെച്ചാണ് ഗംഗയിൽ വന്ന് ചേരുന്നത്. അതായത് ബീഹാറിലെ പട്നയ്ക്ക് പടിഞ്ഞാറ് വെച്ച് ആര എന്നറിയപ്പെടുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ഈ പറയുന്ന സോൺ നദി ഗംഗാ നദിയുമായിട്ട് വന്നു ചേരുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഗംഗാ നദീ വ്യൂഹത്തെ പറ്റി പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഗംഗാ നദീ വ്യൂഹത്തെ പറ്റി പറയാൻ വേണ്ടിയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്ക് ഭാഗത്ത് കാണപ്പെടുന്ന പ്രധാനപ്പെട്ട ഹിമാലയൻ നദീവ്യൂഹമായിട്ടുള്ള ബ്രഹ്മപുത്ര നദീവ്യൂഹത്തെ പറ്റിയാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വടക്ക് കിഴക്കൻ ഭാഗത്താണ് നമ്മുടെ ബ്രഹ്മപുത്ര നദീവ്യൂഹം കാണപ്പെടുന്നത്. ബ്രഹ്മപുത്രയും അവയുടെ പോഷക നദികളും ചേർന്ന ബ്രഹ്മപുത്ര നദീവ്യൂഹം കാണപ്പെടുന്നത്. നമുക്ക് ബ്രഹ്മപുത്ര നദീവ്യൂഹത്തിലേക്ക് പോകാം. അപ്പോൾ ബ്രഹ്മപുത്ര നദീവ്യൂഹം മാനസരോവര തടാകത്തിനടുത്ത് കൈലാസ പർവ്വതത്തിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. അതായത് ടിബറ്റിൽ നിന്നുമാണ് നമ്മുടെ ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. എവിടെയാണ് നമ്മുടെ ബ്രഹ്മപുത്രയുടെ ഉത്ഭവസ്ഥാനം? ചെമയുങ്തുങ് ഹിമാനിയിൽ. ഓക്കെ,
മാനസരോവര തടാകത്തിനടുത്തുള്ള കൈലാസ പർവ്വതത്തിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്നത്. ഓക്കെ, ദക്ഷിണ ടിബറ്റിൽ ഏകദേശം 1200 കിലോമീറ്റർ നീളത്തിൽ കിഴക്ക് ദിശയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്ര ഇവിടെ സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. അതായത് ടിബറ്റിൽ നമ്മുടെ ബ്രഹ്മപുത്ര സാങ്പോ എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ടിബറ്റിൽ ബ്രഹ്മപുത്ര അറിയപ്പെടുന്ന പേരാണ് സാങ്പോ എന്ന് പറയുന്നത്. ഓക്കെ, ദക്ഷിണ ടിബറ്റിൽ ഏകദേശം 1200 കിലോമീറ്റർ ആണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഒഴുകി വരുന്നത്. ഇത്രയും നീളത്തിൽ കിഴക്ക് ദിശയിൽ ഒഴുകുന്ന ബ്രഹ്മപുത്ര ഇവിടെ സാങ്പോ എന്നും അറിയപ്പെടുന്നു. സാങ്പോ എന്നാൽ ശുദ്ധീകരിക്കുന്ന എന്നാണ് അർത്ഥം. എന്താണ് സാങ്പോ എന്ന ടേമിനർത്ഥം? സാങ്പോ എന്ന പദത്തിനർത്ഥം ശുദ്ധീകരിക്കുന്ന എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അതേപോലെ തന്നെ ടിബറ്റിലെ ഒരു പ്രധാനപ്പെട്ട വലത് തീര പോഷക നദിയാണ് രംഗോ സാങ്പോ എന്നറിയപ്പെടുന്നത്. രംഗോ സാങ്പോ എന്നറിയപ്പെടുന്ന നദി ടിബറ്റിൽ വെച്ചുള്ള ബ്രഹ്മപുത്ര നദിയുടെ പ്രധാനപ്പെട്ട ഒരു വലത് തീര പോഷക നദിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ പറയുന്ന ചെമയുങ്തുങ് മാനസരോവറിനടുത്തുള്ള കൈലാസ് പർവ്വതനിരയിലെ ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നുമാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഉത്ഭവിച്ച് ഒഴുകി വരുന്നത് എന്ന് മനസ്സിലാക്കുന്നൊരു മാപ്പാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതേപോലെ തന്നെ നംചപർവ 7755 മീറ്റർ ഉയരമുള്ള നംചപർവ പർവ്വതത്തെ മുറിച്ചുകൊണ്ട് ആഴമേറിയ ഗോർജസ് ഉണ്ടാകുന്നു. ആഴമേറിയ ഗിരികന്ധര താഴ്വരയിലൂടെയാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി ഒഴുകുന്നത്. അതോടൊപ്പം തന്നെ മലയടിവാരത്ത് നദി സിയാങ് അല്ലെങ്കിൽ ദിഖാങ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ നംചപർവ പർവ്വതത്തിലൂടെ അവയെ മുറിച്ച് ഒഴുകുന്ന ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി ആഴമേറിയ ഗിരികന്ധര താഴ്വരകൾ സൃഷ്ടിക്കുന്നു. അതോടൊപ്പം തന്നെ മലയടിവാരത്ത് സിയാങ് അല്ലെങ്കിൽ ദിഖാങ് എന്നാണ് നമ്മുടെ നദി അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇന്ത്യയിലേക്ക് കടക്കുന്നത് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയ പട്ടണത്തിന് പടിഞ്ഞാറ് വെച്ചാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് കടക്കുന്നത് അരുണാചൽ പ്രദേശിലെ സാദിയ പട്ടണത്തിന് പടിഞ്ഞാറ് വെച്ചാണ് നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അതേപോലെ തന്നെ ദിബാങ് അഥവാ സിക്കാങ്, ലൂഹിത്ത് എന്നീ പോഷക നദികൾ ഇടത് നിന്നും ദിഹാങ്ങിനോട് ചേരുന്നു. അതായത് ഈ പറയുന്ന നദിയുടെ ഇടത് തീരത്ത് വന്നു ചേരുന്ന നദികളാണ് ദിബാങ് അഥവാ സിക്കാങ്, ലൂഹിത്ത് എന്നീ പറയുന്ന പോഷക നദികൾ. ഓക്കെ, അതേപോലെ തന്നെ ഇതിനു ശേഷമാണ് നദി ബ്രഹ്മപുത്ര എന്നറിയപ്പെടുന്നത്. ഏതിനു ശേഷം? ഈ പറയുന്ന ദിബാങ് അഥവാ സിക്കാങ്, ലൂഹിത്ത് എന്നീ പോഷക നദികൾ ഇടത് നിന്നും ദിഹാങ്ങിനോട് ചേരുന്നു. ഇതിനു ശേഷമാണ് ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി ബ്രഹ്മപുത്ര എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, നെക്സ്റ്റ് അസം താഴ്വരയിലൂടെ 750 കിലോമീറ്ററോളം ദൂരം ഒഴുകുമ്പോൾ തന്നെ ബ്രഹ്മപുത്രയിൽ അനേകം പോഷക നദികൾ വന്നു ചേരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് അസം താഴ്വരയിലൂടെ 750 കിലോമീറ്ററോളം ദൂരം ഒഴുകുമ്പോൾ തന്നെ ബ്രഹ്മപുത്രയിൽ അനേകം പോഷക നദികൾ വന്നു ചേരുന്നുണ്ട്. അവ ഏതൊക്കെയാണ് എന്നാണ് ഇനി നമുക്ക് നോക്കാൻ വേണ്ടിയുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ട ഇടത് തീര പോഷക നദികളാണ്. ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട ഇടത് തീര പോഷക നദികളാണ് ബർഹീദിഹിങ്, ധൻസരി, കലാങ് എന്നറിയപ്പെടുന്നത്. ബർഹീദിഹിങ്, ധൻസരി, കലാങ് എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട ഇടത് തീര പോഷക നദികളാണ്. ഇടത് തീര പോഷക നദികളാണ് ബർഹീദിഹിങ്, ധൻസരി, കലാങ് എന്ന് അറിയപ്പെടുന്ന പോഷക നദികൾ. ഓക്കെ, അതേപോലെ പ്രധാന വലത് തീര പോഷക നദികളാണ് സുബൻസിരി, മാനസ്, സങ്കോഷ്, കാമങ് എന്നറിയപ്പെടുന്ന പ്രധാനപ്പെട്ട വലത് തീര പോഷക നദികളാണ് സുബൻസിരി, മാനസ്, സങ്കോഷ്, കാമങ് തുടങ്ങിയവ. ഓക്കെ, നെക്സ്റ്റ് ധൂബ്രിക്കടുത്ത് വെച്ച് ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന ബ്രഹ്മപുത്ര. അപ്പോൾ ധൂബ്രി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മുടെ ബംഗ്ലാദേശിൽ ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി പ്രവേശിക്കുന്നത്. ഓക്കെ, അതേപോലെ ഈ പറയുന്ന ധൂബ്രിക്കടുത്ത് വെച്ച് ബംഗ്ലാദേശിൽ പ്രവേശിക്കുന്ന ബ്രഹ്മപുത്ര പിന്നീട് തെക്ക് ദിശയിലേക്ക് ഒഴുകുന്നു. ഓക്കെ, പിന്നീട് തെക്ക് ദിശയിലേക്ക് ഒഴുകുന്നു. ബംഗ്ലാദേശിൽ വെച്ച് തീസ്ത നദി ബ്രഹ്മപുത്രയുമായിട്ട് ചേർന്നതിന് ശേഷം ജമുന എന്നറിയപ്പെടുന്നു. അതായത് ബ്രഹ്മപുത്രയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പോഷക നദിയാണ് തീസ്ത എന്നറിയപ്പെടുന്നത്. ഇതിലേറ്റവും വേഗത്തിൽ ഒഴുകുന്ന നദിയാണ് തീസ്ത. ഈ പറയുന്ന തീസ്ത നദി ബംഗ്ലാദേശിൽ വെച്ച് നമ്മുടെ ബ്രഹ്മപുത്രയുമായിട്ട് ചേർന്ന് ജമുന എന്നറിയപ്പെടുന്നു. പിന്നീട് ജമുന എന്നാണ് നമ്മുടെ ബ്രഹ്മപുത്ര നദി തീസ്തയുമായിട്ട് ചേർന്നതിന് ശേഷം ഒഴുകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. ഓക്കെ, അതേപോലെ പിന്നീട് ജമുന പത്മയുമായി ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. പിന്നീട് ഈ പറയുന്ന ജമുന പത്മ നദിയുമായിട്ട് ചേർന്ന് നമ്മുടെ ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു. ഓക്കെ, തീസ്തയുമായിട്ട് ചേർന്നിട്ട് ബ്രഹ്മപുത്ര നദി ജമുനയായിട്ട് ഒഴുകുന്നു. പിന്നീട് ഗംഗ ബംഗ്ലാദേശിൽ അറിയപ്പെടുന്ന
പത്മ എന്ന് പറയുന്ന നദിയുമായിട്ട് ചേർന്ന് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നു എന്നുമാണ് നമ്മളിവിടെ അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്. ഓക്കെ, ബ്രഹ്മപുത്ര വെള്ളപ്പൊക്കത്തിനും തീര അപർദനത്തിനും ഗതിമാറി ഒഴുകുന്നതിനും പേരുകേട്ട നദിയാണ്. കാരണം ഇതിൻ്റെ മിക്ക പോഷക നദികളും വളരെ വലിപ്പമുള്ളവയാണ്. അതായത് ബ്രഹ്മപുത്ര നദീവ്യൂഹത്തിൽ ഉൾപ്പെടുന്ന ബ്രഹ്മപുത്രയുടെ പ്രധാനപ്പെട്ട പോഷക നദികളെല്ലാം വളരെ വലിയ നദികളാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബ്രഹ്മപുത്ര നദി ഗതിമാറി ഒഴുകലിനും വളരെ വലിയ വെള്ളപ്പൊക്കങ്ങൾക്കും തീര അപരദനത്തിനും ഏറെ പ്രസിദ്ധമാണ് എന്ന് നമ്മൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രധാനപ്പെട്ട ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹങ്ങളെ പറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ 2 ക്ലാസ്സുകളായിട്ട് പഠിച്ചു തരുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഗംഗാ നദീ വ്യൂഹത്തെ പറ്റിയും ബ്രഹ്മപുത്ര നദീ വ്യൂഹത്തെ പറ്റിയുമാണ് ചർച്ച ചെയ്തത്. നിങ്ങൾക്ക് ക്ലാസ് ഹെൽപ്ഫുള്ളായി മനസ്സിലായി എന്നാണ് വിചാരിക്കുന്നത്. നെക്സ്റ്റ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹവും കൂടെ ആകുമ്പോൾ ഈ പറയുന്ന റിവേഴ്സ് എന്ന് പറയുന്ന നദികൾ എന്ന് പറയുന്ന ഒരു ടോപ്പിക് കൂടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് ഉപദ്വീപീയ നീരൊഴുക്ക് വ്യൂഹവുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക്